നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ജില്ലയിൽ തുടർച്ചയായി വീണ്ടും കോവിഡ് രോഗബാധിതരുടെ എണ്ണം 100 കവിഞ്ഞു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ 4938 രോഗബാധിതർ. വനപ്രദേശങ്ങൾക്ക് ചുറ്റും ബഫർ സോണുകൾ സൃഷ്ടിക്കുന്ന കരട് വിജ്ഞാപനത്തിൽ ഭേദഗതി വരുത്തുമെന്ന് വനം മന്ത്രി കെ രാജു. പട്ടികയിൽ ജനവാസ കേന്ദ്രങ്ങൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. രാജ്യത്തെ അതിതീവ്ര പരിസ്ഥിതി ദുർബല മേഖലാ നിർണയത്തിൽ LDF സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ സമരം തുടങ്ങുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗം. നിർമ്മാണ നിരോധനവും കോടതി വ്യവഹാരങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M. M. മണി. മഴ കൂടിയാൽ ഡാം തുറന്നുവിടാനുള്ള നടപടികൾ സ്വീകരിക്കും. മുൻകൂട്ടി അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ ഡാം തുറക്കൂ എന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ തുടർച്ചയായി വീണ്ടും കോവിഡ് രോഗബാധിതരുടെ എണ്ണം 100 കവിഞ്ഞു. പുതിയതായി 114 പേർക്കാണ് രോഗബാധ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇടുക്കി ജില്ലയിൽ പുതിയതായി 114 പേർക്കാണ് രോഗബാധ. 76 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. 38 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. അടിമാലി മച്ചിപ്ലാവ് വനംവകുപ്പ് ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ 21 പേർക്കും വാഴത്തോപ്പിൽ 8 പേർക്കും വണ്ടിപ്പെരിയാർ തൊടുപുഴ എന്നിവിടങ്ങളിൽ 5 പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു. 36 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിലവിൽ 986 പേരാണ് ഇടുക്കിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 4538 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 918 പേർ. എറണാകുളത്ത് 537 പേർക്കും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 400-ന് മുകളിൽ ആളുകൾക്കും തൃശൂർ, പാലക്കാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ 300-ന് മുകളിൽ ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ 249, കോട്ടയം 213, കാസർഗോഡ് 122, വയനാട് 44, പത്തനംതിട്ട 38 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 166 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 3997 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 249 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3347 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 57,879 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 1,21,268 പേർ ഇതുവരെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്ന് മുക്തി നേടി. വനപ്രദേശങ്ങൾക്ക് ചുറ്റും ബഫർ സോണുകൾ സൃഷ്ടിക്കുന്ന കരട് വിജ്ഞാപനത്തിൽ ഭേദഗതി വരുത്തുമെന്ന് വനം മന്ത്രി കെ രാജു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പട്ടികയിൽ ജനവാസ കേന്ദ്രങ്ങൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കെ രാജു പറഞ്ഞു. വനപ്രദേശങ്ങൾക്ക് ചുറ്റും ബഫർ സോണുകൾ സൃഷ്ടിക്കുന്ന കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം കേന്ദ്രത്തിന് കൈമാറും. ഓരോ വന്യജീവി സങ്കേതവുമായും ബന്ധപ്പെട്ടാണ് മാപ്പ് തയ്യാറാക്കിയത്. കർഷക സംഘടനകൾ ആശങ്ക അറിയിച്ച സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. വനപ്രദേശങ്ങൾക്ക് ചുറ്റും 10 കിലോമീറ്റർ വരെ വിസ്തീർണത്തിൽ ബഫർ സോണുകൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത്. ബഫർ സോണുകളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മലയോര മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള പുറമ്പോക്ക് ഭൂമി, ജലാശയങ്ങൾ, ടെറിട്ടോറിയൽ വനം ഡിവിഷനുകൾക്ക് കീഴിലെ വനഭൂമി, സർക്കാർ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങൾ എന്നിവ ബഫർ സോണാക്കാമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ കരട് റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്തെ അതിതീവ്ര പരിസ്ഥിതി ദുർബല മേഖലാ നിർണയത്തിൽ LDF സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ കട്ടപ്പനയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം തീരുമാനിച്ചു. അതിതീവ്ര പാരിസ്ഥിതിക മേഖലയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച് റിപ്പോർട്ട് നൽകിയതിനെക്കുറിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഒട്ടനവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം 2016-ൽ 1.36 സ്ക്വയർ കിലോമീറ്റർ എന്ന് തീരുമാനിച്ച അതിതീവ്ര പാരിസ്ഥിതിക മേഖല എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 88.34 സ്ക്വയർ കിലോമീറ്റർ എന്ന റിപ്പോർട്ട് നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. കർഷക ജനതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്ന LDF അക്ഷരാർത്ഥത്തിൽ കർഷകരെ വഞ്ചിച്ചിരിക്കുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നതായും MP ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇക്കോ സെൻസിറ്റീവ് സോണായി 2016-ലെ UDF ഗവൺമെന്റ് തയ്യാറാക്കിയ ശുപാർശ, ഈ ബഫർ സോൺ എന്ന് പറയുന്ന ശുപാർശ എന്ന് പറയുന്നത് 2016-ൽ 1.36 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ.
1.36 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടി ഒരു 1000 ഏക്കർ സ്ഥലം അതിന്റെ ചുറ്റളവ് വരും. എല്ലാം കൂടെ കൂട്ടി 1.36 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. പക്ഷെ ഇപ്പൊ 2020 കരട് വിജ്ഞാപനത്തിലേക്ക് വരുമ്പോൾ 88.238 സ്ക്വയർ കിലോമീറ്ററായി മാറുകയാണ്. ഈ 1.36 ഉണ്ടായിരുന്നിടത്ത് നിന്ന് 2020 ആയപ്പോഴേക്കും 88.238 സ്ക്വയർ കിലോമീറ്ററായി എങ്ങനെ മാറി എന്നുള്ളതാണ്. കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ അധ്യക്ഷനായിരുന്നു. കർഷക ജനതയോട് കാണിക്കുന്ന കടുത്ത അനീതിക്കെതിരെ ഹർത്താൽ അടക്കമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ഒന്നാം ഘട്ട സമരപരിപാടികളുടെ ഭാഗമായി ഇപ്പോൾ നിർണയിക്കപ്പെട്ടതായി പരാമർശിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ ഇമെയിൽ പരാതി സമർപ്പിക്കും. ഒക്ടോബർ 1 നിയമം ബാധകമാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ വൈകിട്ട് 7 മണിക്ക് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കും. 3-ാം തീയതി ജില്ലയിൽ കരിദിനം ആചരിക്കും. ഒരു കൂടിയാലോചനയും നടത്താതെ സംസ്ഥാന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അയച്ചുവെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഗുരുതരമായ അക്ഷന്തവ്യമായ തെറ്റാണ്. ഗവൺമെന്റ് അത് തിരുത്തണം. ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ അവിടെയും ജനപ്രതിനിധികളെ ഒഴിവാക്കിയിട്ടുണ്ട്. MP അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചിട്ടില്ല. MLA അതിൽ പങ്കെടുത്തിട്ടില്ല. ജനപ്രതിനിധികളായിട്ടുള്ള മറ്റ് ത്രിതല പഞ്ചായത്ത് ഭരണസാരഥികളെ അതിലേക്ക് വിളിച്ചിട്ടില്ല. പ്രാദേശിക ഭരണസമിതികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി നിശ്ചയിക്കാത്ത ഒരു അതിർത്തിയും അംഗീകരിക്കില്ലെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. യോഗത്തിൽ KPCC സെക്രട്ടറി തോമസ് രാജൻ, AP ഉസ്മാൻ, ജോയി വെട്ടിക്കുഴി, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അരുൺ പുടിവാറ, CS യശോധരൻ, KJ കുട്ടിയച്ചൻ, വിജയമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ഇറക്കിയിരിക്കുന്ന നിർമ്മാണ നിരോധന ഉത്തരവും അതേ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളും ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. 2019 ഡിസംബറിൽ കൂടിയ സർവകക്ഷി യോഗ തീരുമാനപ്രകാരമുള്ള നിയമ ഭേദഗതികൾ ഉടൻ നടപ്പാക്കണം. ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവ് പിൻവലിക്കുന്നതിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടയ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഉണ്ടായ നിർമ്മാണങ്ങളുടെ പേരിൽ ഇറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവുകളും അതേ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോടതി വ്യവഹാരങ്ങൾ ഈ വിഷയത്തിന് പരിഹാരമല്ലെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തുടരെയുള്ള കേസുകൾ ഊരാക്കുടുക്കുകൾ സൃഷ്ടിക്കുന്നത് പോലെയാണ്. സർക്കാർ തലത്തിലുള്ള നയപരമായ തീരുമാനങ്ങളും വേഗത്തിലുള്ള നടപടികളുമാണ് വേണ്ടത്. സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്ന വിഷയം ആത്മഹത്യാപരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. അതിനാൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം. സർവകക്ഷി യോഗ തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണം. 1964ലെയും 1993ലെയും ഭൂവിനിയോഗ ചട്ടങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളും പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. കത്തോലിക്കൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വളരെ കൃത്യമായ പഠനം നടത്തി 8656 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ESA പരിമിതപ്പെടുത്തണം എന്ന് രേഖാമൂലം ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ച് കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് സർക്കാർ തന്നെയാണ്. അത് അനുകൂലമായ സാഹചര്യമാണ്. അത് വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ പട്ടയ കാര്യങ്ങളിലും ധാരാളം മുമ്പോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആവശ്യപ്പെട്ട പല ഉത്തരവുകളും ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്വീകാര്യമായ കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ തീരുമാനമെടുത്തിട്ട് നടപ്പാകാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതേ തുടർന്ന് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളുമാണ് ഞങ്ങളുടെ വിഷയം. അപ്പം അത് ഗവൺമെന്റ് ഗൗരവമായി തന്നെ എടുക്കണം. കാർഷിക മേഖലയെ സംരക്ഷിക്കുകയും നിലവിലുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നടപടികൾ ഉണ്ടാകേണ്ടത്. കാർഷിക മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, സാമുദായിക ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയവയെല്ലാം നിരുപാധികം ക്രമവൽക്കരിക്കണം. അനേക വർഷങ്ങളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നവരുടെ കൈവശ ഭൂമിയിലെ നിർമ്മാണങ്ങൾ വ്യത്യസ്തമായി കാണണം. വൻകിട നിർമ്മാണങ്ങളെയും ചെറുകിട നിർമ്മാണങ്ങളെയും വിവേചിച്ച് വ്യത്യസ്ത വ്യവസ്ഥകളോടെ ക്രമവൽക്കരിക്കണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ ഉള്ളതുപോലെ കാർഷിക ഭൂമി കാർഷികേതര ആവശ്യത്തിന് ഭാവിയിൽ വകമാറ്റുന്നതിന് സഹായകരമാകുന്ന പുതിയ ചട്ടങ്ങൾ ഉണ്ടാകണം. ഇക്കാര്യങ്ങൾക്കായി അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, രക്ഷാധികാരികളായ R മണിക്കുട്ടൻ, CK മോഹനൻ, മൗലവി മുഹമ്മദ് റഫീഖ് അൽ കൌസരി, ഭാരവാഹികളായ നൈസ് പാറപ്പുറത്ത്, സാബു പ്ലാത്തോട്ടാനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വനപ്രദേശങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇടുക്കി MPയെ ക്ഷണിച്ചില്ലെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. സർക്കാർ 2 മീറ്റിംഗിൽ MPയെ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കാതിരുന്നത് വലിയ തെറ്റാണെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കുറേ അന്വേഷിച്ചു. ഇതിനെ സംബന്ധിച്ച് 2019 ഡിസംബർ മാസത്തിൽ 2 മീറ്റിങ്ങുകൾ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2019 ഒരെണ്ണം ഇടുക്കി വെള്ളപ്പാറ ഈ ഫോറസ്റ്റ് ഡോർമെറ്ററിയിലാണ് നടത്തിയത്, ഒരെണ്ണം തട്ടേക്കാടാണ് നടത്തിയത്, അതുപോലെ കുമളിയിലും നടത്തിയത്. 89 ജനപ്രതിനിധികൾക്ക്
കത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വിവരാവകാശ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പ്രധാന ജനപ്രതിനിധികൾ ആരും തന്നെ, MP, MLA മാർ ആരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് അതിർത്തിയെ സംബന്ധിച്ച് കൂടിയാലോചന നടത്തി അഭിപ്രായ സമന്വയം ഉണ്ടാക്കി റിപ്പോർട്ട് കൊടുക്കാനാണ്. ബഫർ സോണുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ആരും പങ്കെടുത്തിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. യോഗത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ല. മീറ്റിംഗ് നടന്ന സമയത്ത് താൻ പാർലമെന്റിലായിരുന്നു എന്നും കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ സമീപനത്തെ ശക്തമായി എതിർക്കുമെന്നും MP പറഞ്ഞു. ഇതുവരെയും ഒരു മീറ്റിംഗിന് വിളിച്ചിട്ടില്ല. ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു മീറ്റിംഗ് നടന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. കഴിഞ്ഞ 2019 ഡിസംബർ മാസത്തിൽ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ആ മീറ്റിംഗ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് എന്നെ അറിയിച്ചിട്ടുമില്ല. അങ്ങനെ അറിയിപ്പ് കിട്ടിയാൽ അങ്ങനെ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരാളല്ലേ. ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരാളുമല്ല. അല്ല, വിവരാവകാശത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ രേഖ പരിശോധിക്കുന്ന അന്നത്തെ ദിവസം പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MLA എവിടെയായിരുന്നു? നിങ്ങൾ അവരോട് ചോദിക്കും. ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി. മഴ കൂടിയാൽ ഡാം തുറന്നുവിടാനുള്ള നടപടികൾ സ്വീകരിക്കും. എന്നാൽ മുൻകൂട്ടി അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ ഡാം തുറക്കൂ. ജില്ലയിൽ മഴയുടെ ശക്തിയും ഡാമിലേക്കുള്ള ജലത്തിന്റെ നീരൊഴുക്കിലും കുറവ് വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച ഉപവാസ സമരം ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചു. കൊള്ളസംഘമായ പിണറായി സർക്കാർ രാജിവെക്കുക, ജനപക്ഷ സമരങ്ങൾക്കെതിരെയുള്ള പോലീസ് നരനായാട്ട് അവസാനിപ്പിക്കുക, PSC ഉദ്യോഗാർത്ഥികളോടുള്ള സർക്കാർ വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്ന ഉപവാസ സമരം ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ സമാപനം 29-ാം തീയതി രാവിലെ 10 മണിക്ക് KPCC ജനറൽ സെക്രട്ടറി റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം CP മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. നോട്ടു നിരോധനവും GSTയും നടപ്പിലാക്കി രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കർഷകരെ ഞെക്കിക്കൊല്ലാനാണ് കാർഷിക ബില്ല് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന KPCC മെമ്പർ CP മാത്യു ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നോട്ട് നിരോധനം വന്നപ്പോൾ ജീവിത മാർഗമില്ലാതെ താളം തെറ്റിയവർ ഒരുപാട് ആളുകളെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മുടെ കൺമുമ്പിൽ അവരുണ്ട്. അവരൊന്നും ആരോടും പരാതി പറയുന്നില്ല. GST വന്നു, വീണ്ടും അവരുടെ മേൽ കുതിര കയറുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അവസാനമായി ഇപ്പൊ എന്താ സംഭവിച്ചത്? എടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നിയമ നിർമ്മാണങ്ങളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥാവിശേഷം രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MM വർഗീസ്, PR അയ്യപ്പൻ, അരുൺ പൊടിപ്പാറ, PM വർക്കി, ആലിസ് സണ്ണി, ശിവരാമൻ ചെട്ടിയാർ, PT തോമസ്, MK സുശീലൻ, മജോ കാരിമുട്ടം തുടങ്ങിയവർ സംസാരിച്ചു. AIYFന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ യോഗം ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ ദ്രോഹ നയങ്ങൾക്കെതിരെ ദേശീയ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നത്. കേന്ദ്ര സർവീസിലെ 8 ലക്ഷം ഒഴിവുകൾ നികത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുക, ഭഗത് സിംഗ് നാഷണൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടത് സംഘടനയായ AIYF പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായാണ് കട്ടപ്പനയിലും പ്രതിഷേധ യോഗം ചേർന്നത്. AIYF ജില്ലാ സെക്രട്ടറി VS അഭിലാഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അവർ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് ലഭ്യമാകുന്ന തൊഴിലുകൾ നൽകുന്നതിന് വേണ്ട സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ ഒരു എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ആക്ട് ഉണ്ടാക്കിക്കൊണ്ട് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പാക്കുകയും ചെയ്യണമെന്നാണ്.
ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗത്തിന് AISF ജില്ലാ സെക്രട്ടറി ആനന്ദ് വിളയിൽ അധ്യക്ഷനായിരുന്നു. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സനീഷ് മോഹനൻ, സിജോമോൻ, നിതിൻ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ സംസാരിച്ചു. ദീർഘവീക്ഷണമില്ലാതെ നടപ്പാക്കിയ കർഷക ബില്ലിനെതിരെ DKTF ചെറുതോണിയിൽ ധർണ സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. ബില്ലിനെ പറ്റി ബന്ധപ്പെട്ട മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി അഭിപ്രായം പറയണം. പൊതുചർച്ചയ്ക്ക് വിടുന്ന റെസല്യൂഷൻ എടുക്കണം. പൊതുചർച്ചയ്ക്ക് ശേഷം അടുത്ത സമ്മേളനത്തിലേക്ക് റെഫർ ചെയ്യണം. ആ സമ്മേളനത്തിനിടയ്ക്ക് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകണമെങ്കിൽ അത് സ്പീക്കർ. ദീർഘവീക്ഷണമില്ലാതെയുള്ള മോദിയുടെ പരിഷ്കാരങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയെന്ന AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. കാർഷിക ബില്ലിനെതിരെ DKTF ചെറുതോണിയിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ പാസാക്കിയ കാർഷിക ബിൽ ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിതം തകർത്തെറിഞ്ഞുവെന്നും EM അഗസ്തി കൂട്ടിച്ചേർത്തു. സമരപരിപാടിയിൽ DKTF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മാമ്മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ ആനിക്കനാട്ട, ജില്ലാ സെക്രട്ടറി ജോഷി കന്യാക്കുഴി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി കൊച്ചുപുര, മറ്റ് നേതാക്കളായ ചന്ദ്രബാബു, ജോയി, ജോസുകുട്ടി, സാജു, ഷിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ആസ്ഥാന വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡിന്റെ നിർമ്മാണം നടത്തുന്നതിൽ വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് KS അജി ആരോപിച്ചു. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് മണിയാറൻകുടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും യുവമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ ആരംഭിച്ചത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പുതിയേടത്താണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്. ജില്ലയിലെ പ്രധാന പട്ടണമായ തൊടുപുഴയിലേക്ക് ജില്ലാ ആസ്ഥാനത്തു നിന്നുള്ള ഏറ്റവും എളുപ്പമായ പാതയാണ് മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ്. എന്നാൽ പദ്ധതികൾ പലതുണ്ടെങ്കിലും റോഡിന് ഫണ്ട് അനുവദിക്കാൻ അധികൃതർ തയ്യാറാവാത്തതും വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളുമാണ് റോഡ് നിർമ്മാണത്തിന് തടസ്സമായിരിക്കുന്നത് എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജി പറഞ്ഞു. റോഡിന്റെ പണി ഏതാണ്ട് 70 വർഷത്തിലധികം പഴക്കമുള്ള ഈ റോഡ് അത് സഞ്ചാരയോഗ്യമായാൽ ഒരുപക്ഷെ നമ്മുടെ ഈ മണിയാറൻകുടിയുടെ തന്നെ മുഖച്ഛായ മാറിപ്പോകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുവാൻ സാധിക്കുന്ന ഒരു റോഡിന്റെ നിർമ്മാണം അത് തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ അവർ ഈ നാടിനോട് ചെയ്യുന്ന അതിക്രമമായിട്ട് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. യുവമോർച്ച ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സുരേഷ് S മീനത്തേരിയിൽ, CS ജയചന്ദ്രൻ, സുധൻ പള്ളിവിളാകത്ത്, ലിജോ ഇടവഴിക്കൽ, KK സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പീരുമേട് നിയോജക മണ്ഡലത്തിലെ കോളനികളുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി AK ബാലൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പീരുമേട് MLA ES ബിജിമോൾ അറിയിച്ചു. പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം SC കോളനിയും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂങ്കലാർ കുരിശുമല SC കോളനിയും ES ബിജിമോൾ MLAയുടെ ഇടപെടലിനെ തുടർന്ന് SC വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയായിരുന്നു. 2 കോളനികളിലായി ഓരോ കോടി രൂപയുടെ വീതമാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം, അയ്യപ്പൻകുട്ടി പൂമരം പരമശിവൻ റോഡ് നിർമ്മാണം, കുരിശുമല കുടിവെള്ള പദ്ധതി, നടപ്പാത നിർമ്മാണം, വൈദ്യുതീകരണം എന്നിവയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂങ്കലാർ കുരിശുമല SC കോളനിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതികൾ. ഈ കോളനിയിൽ 150ഓളം വരുന്ന കുടുംബങ്ങൾ ഇതുവരെ 2 അടി നടപ്പാതയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. ഈ റോഡ് 8 അടി വീതിയിൽ പുനർനിർമ്മിച്ചതോടെ അരനൂറ്റാണ്ടായി ഉണ്ടായിരുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമായി. ആധുനിക രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ, വിശ്രമകേന്ദ്രം, സോളാർ ലൈറ്റ് സ്ഥാപിക്കൽ, റോഡ് കോൺക്രീറ്റിംഗ് എന്നിവയാണ് പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം SC കോളനിയിൽ പൂർത്തീകരിച്ചത്. ജനങ്ങൾക്ക് ഒത്തുകൂടാൻ ഇരു കോളനികളിലും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചതോടെ നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലീകരിക്കപ്പെടുന്നത്. 150 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഇതാണ്. ഇത് വളരെ കാലമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയടി പാതയിൽ നടന്നു പോയവരും ഇപ്പം ആ കുടുംബങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് ഉള്ള വികസന പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 1 കോടി രൂപ പദ്ധതിയിൽ നമുക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഹാള്, പിന്നെ റോഡ്, പിന്നെ SC ഫണ്ടിൽ സോളാർ ലൈറ്റ്, പിന്നെ അതുപോലെ സ്റ്റെപ്പുകൾ അതൊക്കെ പണിതിട്ടുണ്ട്. കഷ്ടപ്പെടുന്ന കാർഷിക മേഖലയിലുള്ളവരും തോട്ടമേഖലയിലുള്ളവരും എല്ലാവരും ഈ ഭാഗത്ത് താമസിച്ച് വരികയും അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് MLA അവർ കടന്നു വന്ന് ഈ വികസന പ്രവർത്തനം കൊണ്ടുവന്നതിന് ആദ്യം നന്ദി കോളനിയുടെ പേരിലും കോളനിയുടെ മെമ്പർ എന്ന നിലയ്ക്കും നന്ദി അറിയിക്കുന്നു. പട്ടികജാതി വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമ പദ്ധതി പ്രകാരം കോളനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്
ES ബിജിമോൾ MLA വികസനം എത്തിച്ചത്. നിർമ്മിതി കേന്ദ്രയാണ് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ കോളനിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പട്ടികജാതി വകുപ്പ് മന്ത്രി AK ബാലൻ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി അധ്യക്ഷത വഹിക്കും. ES ബിജിമോൾ MLA മുഖ്യപ്രഭാഷണം നടത്തും. പെൺകുട്ടികൾക്ക് നേരെ അക്രമത്തിന് മുതിർന്ന യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. തങ്കമണി കൂട്ടപ്ലാക്കൽ ജസ്ബിൻ, തകടിയൽ നിതിൻ, പാണ്ടിപ്പാറ വള്ളിപ്പറമ്പിൽ മാത്യു എന്നിവരാണ് തങ്കമണി പോലീസിന്റെ പിടിയിലായത്. മരിയാപുരം മില്ലുംപടിക്ക് സമീപം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ 2 പെൺകുട്ടികളെ പിന്തുടർന്നെത്തിയ യുവാക്കൾ ശല്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇവർ ഓടി റോഡിന്റെ മറുവശത്തു കൂടി നടക്കാൻ ശ്രമിച്ചപ്പോൾ ഓടരുതെന്നും വീട്ടിലെത്തിയാലും പിടികൂടുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്ന കുട്ടികൾ വിജനമായ സ്ഥലമായിരുന്നതിനാൽ 1/2 കിലോമീറ്ററോളം ഓടി ഒരു വീട്ടിൽ അഭയം തേടുകയായിരുന്നെന്ന് തങ്കമണി SI CP രഘുവരൻ പറഞ്ഞു. അവരെ വണ്ടി റിവേഴ്സിലെടുത്ത് പെൺകുട്ടികളെ പിന്തുടർന്ന് വരികയും ചെയ്തു. പെൺകുട്ടികൾ ഭയന്ന് പുറകോട്ട് മാറിയപ്പോൾ അവർ വീണ്ടും അവരെ പിന്തുടരുകയും കാറിൽ നിന്ന് മുൻസീറ്റിലിരുന്ന ഒരാൾ ഇറങ്ങി പെൺകുട്ടികളെ നടന്ന് പിന്തുടരുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ട് ഭയന്ന് കുട്ടികൾ ഓടിയപ്പോൾ അവർ വീണ്ടും കാറുമായിട്ട് പെൺകുട്ടികളെ പിന്തുടർന്നു. ഇത് ഭയന്ന കുട്ടികൾ പാണ്ടിപ്പാറ മില്ലുംപടിയിലുള്ള തോമസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഓടിക്കയറി. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പോക്സോ ആക്ടും 354D IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അടിയന്തരമായി ആശുപത്രിയിൽ പോകാനെന്ന വ്യാജേന സുഹൃത്തിന്റെ ഇന്നോവ കാർ ഇവർ കൊണ്ടുപോവുകയായിരുന്നു. ഇവർ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 യുവാക്കളെയും പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ SI CP രഘുവരനൊപ്പം SI സാബു തോമസ്, ASI ജേക്കബ് യേശുദാസ്, CPOമാരായ ബിജോയ്, ജോഷി, രശ്മി എന്നിവരുമുണ്ടായിരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ ഏലപ്പാറ നഗരം വീണ്ടും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ 4 ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നഗരത്തിൽ ജനത്തിരക്ക് അനിയന്ത്രിതമായത് രോഗവ്യാപനത്തിനിടയാക്കുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. ജൂലൈ 26-നാണ് ഏലപ്പാറ നഗരത്തിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും തുടർച്ചയായി കോവിഡ് വ്യാപന തോത് വർദ്ധിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചതിന്റെ ഫലമായി ഇപ്പോൾ ഏലപ്പാറയിൽ രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ 4 ജീവനക്കാർക്കാണ് രോഗബാധയുണ്ടായത്. ഇവരുടെ സമ്പർക്ക പട്ടികയും വലുതാണ്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനത്തിന്റെ 500 മീറ്റർ ചുറ്റളവിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് പീരിമേട് സർക്കിൾ ഇൻസ്പെക്ടർ ശിവകുമാർ TS അറിയിച്ചു. ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ അവരുടെ നിർദ്ദേശപ്രകാരം ഈ ഏലപ്പാറ ടൗണിന് 500 മീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അവിടെ യാതൊരുവിധ കടകൾ, പഴം, പച്ചക്കറി തുടങ്ങിയ അവശ്യ സർവീസുകൾ ഒഴിച്ചുള്ള യാതൊരു കടകളും തുറന്ന് പ്രവർത്തിക്കാനോ വാഹനങ്ങൾ, ടാക്സി വാഹനം ഓടാൻ അനുവദിക്കുന്നില്ല. നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനൊപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഏലപ്പാറ നഗരം ഗുരുതര സ്ഥിതി നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിലെ ഡ്രൈവർ, പെട്രോൾ പമ്പിലെ ജീവനക്കാർ, പലചരക്ക് വ്യാപാരികൾ, മറ്റു സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഇതുവരെ 76 പേരാണ് രോഗബാധിതരായിരിക്കുന്നത്. 576 പേർ പഞ്ചായത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിന്റെ കുളിര് തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങി. വ്യാപാര മേഖലയ്ക്കടക്കം വലിയ പ്രതീക്ഷ പകരുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ എത്തുന്ന സഞ്ചാരികൾ ആശങ്കയും സൃഷ്ടിക്കുന്നു. കോവിഡ് വ്യാപന സമയത്ത് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ വലിയ ജാഗ്രതയോടെ കാണണമെന്നും ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ദേവികുളം MLA S രാജേന്ദ്രൻ പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷമാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് എണ്ണം കുറവെങ്കിലും സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത്. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നുമുള്ള സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത്. എന്നാൽ ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ വേണ്ട രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ വ്യാപാരികളും ഹോട്ടൽ ജീവനക്കാരും വാഹനം ഓടിക്കുന്നവരും വലിയ ജാഗ്രത പുലർത്തണമെന്നും ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ദേവികുളം MLA S രാജേന്ദ്രൻ പറഞ്ഞു. ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജാഗ്രത കാണിക്കുക, വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത കാണിക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ ജാഗ്രത കാണിക്കുക എന്നുള്ളതേ കവിഞ്ഞ് മറ്റൊരു മാർഗം നമുക്ക് മുമ്പിലില്ല. തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മുടെ ദേവികുളം മൂന്നാർ മേഖലയിലെല്ലാം നല്ലപോലെ വർധന വന്നു. അടിമാലി ഭാഗത്തും നേരത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ഇത് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്നുള്ളത് രോഗം കൊണ്ട് നടക്കുക എന്നുള്ളതല്ല. ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിക്കപ്പെടണം.
ആദ്യം കാണിച്ച നിലയിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൊതുവിൽ അങ്ങനെ ഇടപെടുവാനുള്ള ഒരു നിർദ്ദേശമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയവ് വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവുകളിൽ അയവ് വന്നാൽ ഉദ്യോഗസ്ഥർ പിന്മാറും. അങ്ങനെ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ അയവ് വരുത്തുമ്പോഴത്തേക്കും നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും മാറ്റം വരും. ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ കാണത്തില്ല. അതുകൊണ്ട് പണ്ടുപോലെ ഇനി വന്നാലേ അതാവുള്ളൂ എന്ന് കണക്കാക്കാതെ എല്ലാവരും അവരവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരവർ ബന്ധപ്പെടുന്ന മേഖലകളിലും കൊറോണയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്, ജാഗ്രത കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സഞ്ചാരികളെ മാത്രമേ കടകളിൽ പ്രവേശിപ്പിക്കൂ എന്നും ജാഗ്രതയോടെയാണ് വ്യാപാരികൾ മുമ്പോട്ട് പോകുന്നതെന്നും വ്യാപാരി പറഞ്ഞു. கடையெல்லாம் அடைச்சிருந்துச்சு, ரொம்ப கஷ்டப்பட்டோம். ஃபேமிலியில் ரன் பண்ணுறது கூட ரொம்ப கஷ்டப்பட்டோம். இப்போது கொஞ்சம் கொஞ்சம் கெஸ்ட்டுகள்லாம் நல்லா வருது. நாங்களும் மாஸ்கெல்லாம் போட்டு சேஃப்டியாக தான் இருக்கிறோம். வர்ற கெஸ்ட்டுட்டையும் மாஸ்கெல்லாம் போட சொல்லி சானிடைசர்லாம் யூஸ் பண்ணி தான் நாங்கள் கடைக்குள்ளே ஏற்றுறோம். இப்போ கெஸ்ட்டு வர்றதுனால கொஞ்சம் சந்தோஷம். எங்களுக்கும் ஃபேமிலி இருக்கிறதுனால நாங்களும் பாதுகாப்பாக தான் இருக்கிறோம். ദേവികുളം, മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ അനുദിനം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും പ്രതിസന്ധിയാണ്. സർക്കാർ ജീവനക്കാർക്കടക്കം രോഗബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയും നാട്ടുകാർക്കുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഏലപ്പാറ മേഖലയിൽ തൊഴിലാളികളെ മാറ്റി നിർത്തുന്നതായി പരാതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊഴിലാളികളെയാണ് മാറ്റി നിർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച കാലം മുതൽക്കേ ജോലി ചെയ്യുന്ന ആളുകളാണ് ഉപ്പുതറ മേഖലയിലുള്ളത്. എന്നാൽ കോവിഡ് മഹാമാരി പിടിമുറുക്കിയതോടെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കാരണം തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ഈ പദ്ധതിയില് കൃത്യമായ ജോലി എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം ഈ കൊറോണ എന്ന് പറയുന്ന രോഗം വ്യാപകമായതിന്റെ ഭാഗമായി സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ജോലി ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പാവങ്ങളായ ഞങ്ങൾക്ക് 5 പൈസയുടെ പ്രയോജനമില്ല. ഞങ്ങൾക്ക് ജോലിയില്ല, 5 പൈസയുടെ പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഞങ്ങളിപ്പോൾ ജീവിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ തരുന്ന ഒരു നേരത്തെ ഭക്ഷണം, അവർ തരുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങുക, വളരെ ദയനീയാവസ്ഥയാണ് ഞങ്ങളെ പറ്റി. മാനേജ്മെന്റ് ഉപേക്ഷിച്ച ചീന്തലാർ പീരുമേട് ടീ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ലോണ്ടറി, പൊരികണ്ണി മേഖലയിലെ തൊഴിലാളികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ടാണ് തൊഴിലാളികളുടെ നിത്യേനയുള്ള ജീവിതം മുന്നോട്ടു പോകുന്നത്. ഇതുകൂടി ഇല്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തൊഴിലാളികൾ. ഇതേ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് പരാതി സമർപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ഉപ്പുതറ CHSയിലെ ആംബുലൻസ് കുട്ടിക്കാനം കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നിരവധി ആളുകൾക്ക് പ്രയോജനകരമാകുന്ന ആംബുലൻസ് തിരികെ എത്തിക്കാത്ത പക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. PT തോമസ് എംപിയാണ് ഉപ്പുതറ CHSക്ക് ആംബുലൻസ് അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് പ്രയോജനകരമാവുന്നില്ല. തോട്ടം തൊഴിലാളികളും ആദിവാസികളും സാധാരണക്കാരും കൂടുതൽ താമസിക്കുന്ന മേഖലയാണ് ഉപ്പുതറ. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് ആംബുലൻസ്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും വലിയ പരിശ്രമത്തിനൊടുവിലാണ് മുൻ MP PT തോമസ് ഉപ്പുതറ CHSക്ക് സ്വന്തമായി ആംബുലൻസ് അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ കുട്ടിക്കാനം കോവിഡ് സെന്ററിലേക്ക് ആംബുലൻസ് കൊണ്ടുപോയതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ 18 വാർഡുമായി ബന്ധപ്പെട്ട് ഒരു രോഗിക്ക് കോവിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഓട്ടോ ടാക്സികൾ അത് ഈ സ്രവമെടുത്ത് പരിശോധനയ്ക്കായിട്ട് രോഗികളെ കൊണ്ടുപോകുന്നില്ല. അത് കൊണ്ടുപോകണമെങ്കിൽ അടിയന്തരമായിട്ട് നമുക്ക് വേണ്ടത് ആംബുലൻസ് ആണ്. ഇപ്പോൾ ആംബുലൻസ് ഇല്ലാതെ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആകെ വിഷമത്തിലും ദുരിതത്തിലുമാണ്. അടിയന്തരമായിട്ട് ആശുപത്രി വികസന യോഗം വിളിക്കുകയും അതല്ലാത്ത പക്ഷം സർക്കാരിന്റെ നിലപാട് മാറ്റിക്കൊണ്ട് ഉപ്പുതറയ്ക്ക് ആവശ്യമായിട്ടുള്ള 18 വാർഡ് എന്ന് പറയുന്നത് വിസ്തൃതമായ ഒരു മേഖലയാണ് ഉപ്പുതറ പഞ്ചായത്ത്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ രംഗത്ത് അത്യാവശ്യമായ ആംബുലൻസ് തിരികെ ഉപ്പുതറയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നറിയിക്കുകയാണ്. ശബരിമല സീസണാകുമ്പോൾ ആംബുലൻസ് അവിടുത്തെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകും. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാലും തിരികെ കൊണ്ടുവരാത്ത സ്ഥിതിയും ഉണ്ട്. ആശുപത്രിക്ക് സർക്കാർ പുതിയ ആംബുലൻസ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായും എത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഉപ്പുതറയിലെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എത്രയും വേഗം ആംബുലൻസ് തിരികെ എത്തിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി അനുമതി പത്ര വിതരണം ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്ത് സംരംഭകത്വ വികസന പദ്ധതിയിൽ അപേക്ഷ നൽകിയ 303 സംരംഭകർക്കാണ് അനുമതി പത്രം നൽകിയത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് നിർവഹിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ് വായ്പകൾ നൽകുന്നത്. ഇടുക്കിയിൽ 8 അനുമതി പത്രങ്ങളാണ് വിതരണം ചെയ്തത്. കട്ടപ്പന ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ KSSIA അംഗം MT പോൾ അനുമതി പത്രങ്ങളും ചെക്കും കൈമാറി. കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടവർക്കും വിദേശത്തു നിന്ന് തിരികെ എത്തുന്നവർക്കും സ്വന്തം സംരംഭങ്ങൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ വരെ ഈടില്ലാതെയും അതിന് മുകളിലേക്ക് 50 ലക്ഷം രൂപ വരെ വളരെ റിലാക്സ് ചെയ്ത ഈടിന്മേലും വായ്പ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഈ പദ്ധതിക്ക് ഇടുക്കി ജില്ലയിൽ ഇന്നും അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ പുതിയ അപേക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഈ വർഷം ജൂലൈ 27-നാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. വളരെ മികച്ച പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായത്. സംരംഭകർക്ക് അപേക്ഷകൾ ഓൺലൈൻ വഴിയോ ബ്രാഞ്ചുകൾ മുഖേനയോ നൽകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുളിയമല ഗണപതിപ്പാലം BTR പടി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3 വർഷം മുമ്പ് റോഡിന് ഫണ്ട് അനുവദിച്ചെങ്കിലും നാളിതുവരെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല. ഗണപതിപ്പാലത്തു നിന്നും BTR പടിയിലേക്കുള്ള 1 കിലോമീറ്ററോളം വരുന്ന റോഡാണ് അധികൃതരുടെ അനാസ്ഥയാൽ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ കാൽനട പോലും പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ ഗണപതിപ്പാലത്തു നിന്നും BTR പടിയിലെത്തണമെങ്കിൽ 3 കിലോമീറ്ററോളം ചുറ്റി പുളിയന്മല വഴി വേണം എത്താൻ. ഡെയിലി വണ്ടിക്ക് ഒരു പ്ലേറ്റ് എങ്കിലും ഒരു ദിവസം ചൊടിയുന്ന ഒരവസ്ഥയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജീപ്പ് മാത്രമേ പോവുള്ളൂ. പിന്നെ അതുപോലെ അത്യാവശ്യം അതുപോലുള്ള വണ്ടികൾ മാത്രമേ പോവുള്ളൂ. ബൈക്കുകൾ പോലും പോകുന്നില്ല. ഓട്ടോക്കാരൊക്കെ ചുറ്റി എതിരെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിലിങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ ലാഭമുണ്ട്. അതിലെ ചുറ്റി അങ്ങനെ വേണം വരാനുണ്ട്. അഥവാ ഇങ്ങോട്ട് നിറങ്ങണേലും ആ രീതിയിലാണ് പോകുന്നത്. ഏലത്തോട്ടങ്ങളിൽ വളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കാൻ കർഷകർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കുമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ചെങ്കിലും ജനപ്രതിനിധികളോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ റോഡിന്റെ അവസ്ഥ ഈ 5-6 കൊല്ലമായിട്ട് ഇതുപോലെ കിടക്കുക. ഇതിൽ ആൾക്കാർ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വണ്ടി വാഹനങ്ങൾ പോകാൻ ഭയങ്കര ചടങ്ങായിട്ടുണ്ട്. ഈ വഴി കൊണ്ടുപോകാൻ പാടാ ബുദ്ധിമുട്ട്. എല്ലാം പുളിയമ്പള ചുറ്റിയാ 3 കിലോമീറ്റർ ചുറ്റിയാ കൊണ്ടുപോകുന്നത്. 2018 പ്രളയത്തിൽ ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണ മൺതിട്ട പോലും നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായിട്ടില്ല. എത്രയും വേഗം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കട്ടപ്പന നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ക്ഷീരകർഷകർക്ക് പശുപരിപാലനത്തിനായി 1 വർഷം 100 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുന്ന പദ്ധതി പ്രകാരമുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടുകിഴി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന 2 അതിലധികമോ പശുക്കളെ വളർത്തുന്നവരും ദിവസവും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ 10 ലിറ്ററിൽ കുറയാതെ പാൽ അളക്കുന്നവരും 2 പശുക്കൾക്കെങ്കിലും ഇൻഷുറൻസുമുള്ള കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. നഗരസഭാ പ്രദേശത്തുള്ള ക്ഷീരകർഷകർക്ക് പ്രോത്സാഹനവും കൂടുതൽ ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നുവരുന്നതിനും ഈ പദ്ധതി ഉപകരിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. അതിനകത്ത് വേഗ മാനദണ്ഡം ആ പോസ്റ്റിൽ നിങ്ങൾ പാലടക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ആ പൈസയും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ ഈ അയ്യങ്കാളി പദ്ധതിയിലും അതോടൊപ്പം തന്നെ പദ്ധതി വിഹിതത്തിൽ പെടുത്തി ഏതാണ്ട് 25 ലക്ഷം രൂപ ഈ നഗരസഭയിലെ ക്ഷീരകർഷകർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ പശു വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പദ്ധതി പ്രകാരം ഒരു ക്ഷീരകർഷകന് അധികമായി 29,100 രൂപ വരുമാനം ലഭിക്കും. ഈ പദ്ധതി കൂടാതെ മുഴുവൻ ക്ഷീരകർഷകർക്കും ഉൽപാദന ഇൻസെന്റീവായി 4 രൂപയും നഗരസഭ വിതരണം ചെയ്യുന്നുണ്ട്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൌൺസിലർമാരായ CK മോഹനൻ, സിബി പാറപ്പായി, രമേഷ് PR, ഗിരീഷ് മാലിയിൽ, ബെന്നി കുര്യൻ, സെലിൻ ജോയി, ബിന്ദുലത രാജു, ജലജ ജയസൂര്യ, മഞ്ജു സതീഷ്, ബീന വിനോദ്, ജിജി സാബു എന്നിവർ പങ്കെടുത്തു. രാമക്കൽമേട്ടിൽ പുതിയതായി നിർമ്മിച്ച മാതൃഭവനത്തിനൊപ്പം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും ആരംഭിക്കും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിനോദസഞ്ചാരികൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. രാമക്കൽമേട് കുറുവൻകുറുത്തി ശില്പത്തിന് സമീപത്തായാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാതൃഭവനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ ആദ്യ മാതൃഭവനമാണിത്. 25 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ ഉപകാരപ്രദമാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റടിക്കുന്ന കേന്ദ്രമായിട്ടുള്ള രാമക്കൽമേട്, കാറ്റാടി വൈദ്യുതി പദ്ധതിയുടെ കേന്ദ്രമായിട്ടുള്ള രാമക്കൽമേട്,
ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് എത്തിച്ചേരുന്നത്. ആ ടൂറിസ്റ്റുകൾക്ക് ഒരു ആശ്വാസ കേന്ദ്രം എന്ന നിലയിൽ പ്രത്യേകിച്ച് സ്ത്രീകളായി ഇവിടെ എത്തുന്ന അമ്മമാരായി എത്തുന്ന ആൾക്കാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നിലനിർത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് 25 ലക്ഷം രൂപ മുടക്കി ഒരു മാതൃഭവനം ഇവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത്. അമ്മമാർക്ക് കൊച്ചുകുട്ടികളുമായി വിശ്രമിക്കുന്നതിന് പ്രത്യേക മുറി, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയടക്കമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം നിർമ്മിച്ച മുറിയിൽ കുടുംബശ്രീ വിപണന കേന്ദ്രവും പ്രവർത്തിക്കും. വിവിധ മേഖലകളിൽ നിന്ന് എത്തിക്കുന്ന സാധനങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നതിന് അവസരമൊരുക്കും. വൊസാഡിന്റെ സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മാതൃകാപരമാണെന്ന് കട്ടപ്പന ഡിവൈഎസ്പി NC രാജ്മോഹൻ. വൊസാഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന COVID-19 റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകുന്ന 200 ഭക്ഷ്യധാന്യ കിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി കുടുംബങ്ങൾക്ക് വൊസാഡിന്റെ നേതൃത്വത്തിൽ 2000-ന് മുകളിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതിന്റെ മുൻകാലങ്ങളിൽ അവർ നടത്തിയ വൊസാഡ് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കാരണം വളരെയധികം ക്ലാസ്സുകൾ, വളരെയധികം കോഴ്സുകൾ പല വിഷയങ്ങളെപ്പറ്റിയും, പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ്, മദ്യം, മയക്കുമരുന്ന്, ഇതിനെപ്പറ്റിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സെമിനാറുകളും ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് വൊസാഡ്. ഇവിടെ 2000-ന് മുകളിൽ ഫാമിലികൾക്ക് കിറ്റ് നൽകി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ കട്ടപ്പന പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ എബിൻ ബേബി, പ്രിന്റോ മാത്യു, റേസൺ റോയി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, വൃദ്ധർ തുടങ്ങിയവർക്കായി കഴിഞ്ഞ 6 മാസത്തിനിടെ വിവിധ ഘട്ടങ്ങളിൽ ഇതിനോടകം 2000 ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തതായി വൊസാഡ് ഭാരവാഹികൾ പറഞ്ഞു. ഹാബിറ്റാറ്റ് ഇന്ത്യയുടെയും കൊട്ടക് മഹേന്ദ്രയുടെയും സഹകരണത്തോടെയാണ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കുമളി ആനവിലാസം സ്വദേശി അനുമോൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. 1 വർഷമായി ചികിത്സയിൽ കഴിയുന്ന അനുമോന് വൃക്കകൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ. സൗദിയിൽ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു 26 വയസ്സുകാരനായ അനുമോൻ. പെട്ടെന്ന് അനുഭവപ്പെട്ട ഛർദിയും വയറുവേദനയും മൂലം ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് അറിയുന്നത്. തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. 6 മാസമായി മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നടത്തി ചികിത്സയിൽ കഴിയുകയും ചെയ്തു. എന്നാൽ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചത്. വൃക്ക മാറ്റിവെക്കുവാനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്തെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക തടസ്സമായി നിൽക്കുകയാണ്. പിന്നെ 1 മാസത്തോളം ട്രീറ്റ്മെന്റ് ആയിട്ടും കുറഞ്ഞില്ല. പിന്നെ ഇവിടെ കോട്ടയത്ത് 1 മാസത്തോളം ട്രീറ്റ്മെന്റ് സൗദിയിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെ കുറച്ചാൾ കുറഞ്ഞു. ഇപ്പം ഡോക്ടർ പറഞ്ഞു ആഹാരമൊക്കെ കൺട്രോൾ ചെയ്യണം, മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറയും, പക്ഷേ ഇത് മാറത്തില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ഈയിടെ ഒത്തിരി നീരൊക്കെ കൂടി കോട്ടയത്ത് തന്നെ നിന്നപ്പോൾ പറഞ്ഞു ഇതിനി ട്രാൻസ്പ്ലാന്റിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഫണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യണം. മാസത്തിൽ 10,000 രൂപയിലധികം ചികിത്സയ്ക്കായി വേണ്ടിവരുന്നുണ്ട്. പ്ലാസ്റ്റിക്കും ടിൻഷീറ്റും ഉപയോഗിച്ച് മറച്ച ഒറ്റമുറി വീട്ടിലാണ് അനുമോന്റെ ദുരിത ജീവിതം. അനുമോനെ പരിചരിക്കുന്നതിനായി സഹോദരൻ മനുവിന് ജോലി ഉപേക്ഷിക്കേണ്ടതായും വന്നു. അമ്മ രമണിയും മുത്തശ്ശി ഭാരതിയും രോഗികളാണ്. സുമനസ്സുകളുടെ സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയൂ. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അമ്മ രമണിയുടെ പേരിൽ ആനവിലാസം SBI ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപം കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലബകട ഭാഗത്തു നിന്നും വന്ന ഇരുചക്ര വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് അപകടം സംഭവിച്ചത്. ലബകട ഭാഗത്തു നിന്നും വന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വരികയായിരുന്ന കാറിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബൈക്ക് യാത്രികൻ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമായത്. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും പ്രദേശത്ത് നിരവധി അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപകടത്തിൽ ഇരുചക്ര വാഹനം പൂർണ്ണമായും തകർന്നു. ദ ഹൈറേഞ്ച് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ കട്ടപ്പനയിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ആദ്യ സംരംഭമാണ്. സാധാരണഗതിയിൽ പ്രവർത്തന പരിചയം തെളിയിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനുള്ള അനുമതി ഡിപ്പാർട്ട്മെന്റ് നൽകാറില്ല. പക്ഷേ ശ്രീ ജോണി പ്രസിഡന്റായിട്ടുള്ള സഹകരണ സ്ഥാപനം എന്ന നിലയിലാണ്
സഹകരണ വകുപ്പ് നീതി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ തുടങ്ങാനുള്ള അനുമതി ലഭ്യമായത് എന്ന കാര്യം പ്രത്യേകം അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംരംഭം നാടിന് വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർജിക്കൽ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും ആയുർവേദ വിഭാഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസനും നിർവഹിച്ചു. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമായിട്ടാണ് കട്ടപ്പന മാർക്കറ്റിനുള്ളിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം മിതമായ നിരക്കിലാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ഇവിടെ ലഭിക്കുക. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ PM സോമൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടെസി ജോർജ്, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റിജി, സഹകരണ സംഘം പ്രസിഡന്റ് ജോണി കുളമ്പള്ളി, സെക്രട്ടറി ജോസ് പൂനാട്ട, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, AH കുഞ്ഞുമോൻ, സാജൻ ജോർജ്, നഗരസഭാ അംഗം CK മോഹനൻ, സഹകരണ സൊസൈറ്റി അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. യൂട്യൂബ് അറിവ് കൊണ്ട് സ്വന്തമായി ഡ്രോണിന്റെ മാതൃക ഉണ്ടാക്കിയിരിക്കുകയാണ് ഉപ്പുതറ എരുമേലിപ്പടി പുത്തൻപുരയ്ക്കൽ ബോബൻ ഷൈനി ദമ്പതികളുടെ മകൻ കെൽവിൻ. ലോക്ക്ഡൌൺ സമയത്തെ ഇലക്ട്രോണിക്സ് പരീക്ഷണം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കെൽവിനും കുടുംബവും. നേർക്കാഴ്ചയിലേക്ക്. കെൽവിന് കുട്ടിക്കാലം മുതലേ ഇലക്ട്രോണിക് സാധനങ്ങളുടെ മാതൃക ഉണ്ടാക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചാണ് കെൽവിന്റെ പരീക്ഷണങ്ങൾ. പിന്നീട് ഓൺലൈൻ വഴി നിർമ്മിക്കേണ്ട സാമഗ്രികൾ വരുത്തും. ഇത്തരത്തിൽ ഡ്രോൺ ഉണ്ടാക്കുന്നതിന് 10,000-ഓളം രൂപയാണ് ചെലവായത്. പരപ്പിൽ പരീക്ഷണ പറക്കലിനിടെ പലതവണ ഡ്രോണിന്റെ ചിറകുകൾ തകർന്നു വീണു. ഓരോ തവണയും കൂടുതൽ സൂക്ഷ്മതയോടെ നിർമ്മാണം തുടർന്നു. ഇപ്പോൾ കെൽവിന്റെ ഡ്രോണിന് 1.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാം. ഏറെ ശ്രദ്ധയോടും മെയ്വഴക്കത്തോടെയും ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഡ്രോൺ പറത്തൽ. നിയമതടസ്സം നിലനിൽക്കുന്നതിനാൽ ഡ്രോണിൽ ക്യാമറകൾ വെച്ചിട്ടില്ല. പ്രൊഫഷണൽ ഡ്രോണുകളിൽ നിന്ന് കെൽവിന്റെ ഡ്രോണിനുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. ഞാനിവിടെ +1 സെന്റ് ഫിലോമിനാസ് HSSലെ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ ഉണ്ടാക്കിയ ഡ്രോണാണ് ഇത്. ഏകദേശം 16,000 രൂപ ചെലവ് വന്ന ഡ്രോണാണ് ഇത്. അത്യാവശ്യം നമുക്ക് 1.5 കിലോമീറ്റർ വരെ പറത്താം. പിന്നെ ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് സമയം പോയി അറിഞ്ഞില്ല ഇതുണ്ടാക്കിയപ്പോഴത്തേന്. ഡ്രോൺ കൂടാതെ നിലത്തൂടെ ഓടിക്കാവുന്ന വിമാനം, JCB, എമർജൻസി ലൈറ്റുകൾ എന്നിവയുടെ മാതൃകയും കെൽവിൻ തന്റെ കരവിരുതുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ മാതൃകയുണ്ടാക്കി പറത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെൽവിൻ. ഭാരം കുറഞ്ഞ ബാറ്ററിയുടെ അപര്യാപ്തതയാണ് ഇതിന് തടസ്സം. റൂഫ് നിർമ്മാണ രംഗത്തുള്ള പിതാവ് ബോബനും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ നഴ്സായ അമ്മ ഷൈനിയും എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട്. ശരിക്കും കൊച്ചിന്റെ ഈ വളർച്ചയിൽ ഞാൻ ഞങ്ങൾ മാതാപിതാക്കൾ ഒത്തിരി അഭിമാനിക്കുന്നു. ഈ ലോക്ക്ഡൌൺ കാലം ഏകദേശം ഒരു 6 മാസക്കാലം ഒരു 80% 90% കുട്ടികൾ വീട്ടിൽ നിന്ന് വെറുതെ ബോറടിച്ചപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തു. ഒരു 12 മണി 1 മണി വരെയൊക്കെ അവൻ ശരിക്കും ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. അവനുണ്ടാക്കിയ മറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ലൈറ്റുകൾ, ഒരു ഹൈഡ്രോളിക് JCB, പിന്നെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ അടുക്കളയിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന ഒരു സംവിധാനം, ഇതൊക്കെ അവൻ സയൻസ് സ്കൂളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വിമാനത്തിന്റെ പണി ഒരു 90% പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു. 2ാം ക്ലാസ്സുകാരനായ അനിയൻ കെയ്റോണും ചേട്ടനെ സഹായിക്കാൻ മുൻപന്തിയിലുണ്ട്. വലിയ ഡ്രോൺ നിർമ്മിച്ച് പറപ്പിക്കുക എന്നതാണ് കെൽവിന്റെ അടുത്ത ലക്ഷ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. കുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ഏലക്കലേറുപുരം
ആകലോട്ട് 279, വിൽപ്പനയ്ക്കുന്നത് 64,124, വിൽപ്പന നടന്നത് 61,362, കൂടിയ വില 1,927, ശരാശരി വില 1,571. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 320, ഏലം കൂടിയത് 1,650, ഏലം ശരാശരി 1,500, കാപ്പിപ്പരിപ്പ് 126, ഗ്രാമ്പൂ 525, കൊക്കോ 30, റബ്ബർ 130. സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് 4,600, വെള്ളി 58. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Todupuzha. ജില്ലയിൽ തുടർച്ചയായി വീണ്ടും കോവിഡ് രോഗബാധിതരുടെ എണ്ണം 100 കവിഞ്ഞു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ 4,938 രോഗബാധിതർ. വനപ്രദേശങ്ങൾക്ക് ചുറ്റും ബഫർ സോണുകൾ സൃഷ്ടിക്കുന്ന കരട് വിജ്ഞാപനത്തിൽ ഭേദഗതി വരുത്തുമെന്ന് വനം മന്ത്രി കെ രാജു. പട്ടികയിൽ ജനവാസ കേന്ദ്രങ്ങൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. രാജ്യത്തെ അതിതീവ്ര പരിസ്ഥിതി ദുർബല മേഖലാ നിർണയത്തിൽ LDF സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ സമരം തുടങ്ങുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗം. നിർമ്മാണ നിരോധനവും കോടതി വ്യവഹാരങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. മഴ കൂടിയാൽ ഡാം തുറന്നുവിടാനുള്ള നടപടികൾ സ്വീകരിക്കും. മുൻകൂട്ടി അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ ഡാം തുറക്കൂ എന്നും മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.